ഇവിടുന്ന് മക്രാന, കുച്ചാമൻ സിറ്റി, ലക്നൗ ആ റൂട്ടാണ് നമുക്ക് പോകണ്ടേ. വെൽക്കം ടു ജയ്പൂർ കിഷൻഗഡ് ടോൾ ഹൈവേ. ഇങ്ങോട്ട് കയറ്റി നിർത്തിക്കോ. വേണേൽ ജസ്റ്റ് ഒന്ന് ചോദിക്കാം ഇതിലെ തന്നെയാണോ ഇറങ്ങുന്നതെന്ന്. ഇതിലെ ഇറങ്ങി താഴ്ച നിന്നിട്ടേ വേണം പോകാൻ. സംശയം ഒത്തിരി നാളായില്ലേ വന്നിട്ട്. അരേ ആളോട് വഴി വയ്ക്കാൻ നിർത്തിയതാ. അപ്പം ഡ്രൈവിംഗ് സീറ്റ് എല്ലാം നോക്കിയിട്ട് അത്ഭുതപ്പെട്ടിരിക്കുക. ഇതിലെ സർവീസ് റോഡിൽ കൂടെ പോകണം. അപ്പം ഇവിടെ തന്നെ പിന്നെ ഒരു സംശയം കൊണ്ടാണ് ഞാൻ ചോദിച്ചത്. പുള്ളി പതുക്കെ ഇങ്ങനെ സൈഡ് വഴി പറയാൻ വേണ്ടി നോക്കി ഡ്രൈവിംഗ് സീറ്റിലോട്ട് നോക്കിയപ്പോഴേ വഴി പറയുന്നില്ല ആദ്യം. അതെ. എന്നിട്ട് എവിടെ ഉള്ളതെന്നൊക്കെ ചോദിച്ചു. അവിടെ എവിടെന്നൊക്കെ ചോദിച്ചു. പുള്ളിക്ക് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം. അതെ. നമ്മൾ അതിലെ ഇറങ്ങി അടുത്ത ഹൈവേയിൽ വന്നു. അപ്പോൾ ഈ ഹൈവേയിലല്ല നമുക്ക് പോകേണ്ടത്. അപ്പോൾ ഈ ഹൈവേയിൽ നിന്ന് തിരിയണം. ഇതേ കിഷൻഗഡ് സിറ്റി, അജ്മീർ 32, ബേവർ 86. എന്താണേലുവേ മഞ്ഞൊക്കെ മാറി നല്ല വെയിലായി. ഇതുണ്ട് അതൊരു ഹോട്ടലാണ് കേട്ടോ. കിഷൻഗഡ് ടൗണിലേക്കുള്ള വഴിയാണ് താഴെ കാണുന്നത്. ഈ പാലത്തെ തന്നെ താഴേക്ക് നോക്കും നല്ല വിഷ്വലാ. അതെ, നല്ല പച്ചപ്പട്ട് പരിച്ച പോലെ ഇരിക്കുന്നല്ലോ. ഉണ്ടോ മാർബിൾ കട്ട് ചെയ്യുന്നുണ്ട് താഴെ. ഇവിടുന്ന് ഒരുപാട് മാർബിൾ കമ്പനികളുണ്ട്. ഇതേ നമ്മൾ അങ്ങോട്ട് മക്രാനയൊക്കെ ചെല്ലുമ്പോൾ ഒരുപാട് കാണും. അത് മാർബിൾ സിറ്റി എന്ന് തന്നെ അറിയപ്പെടുന്നത്. ഇത് മാത്രമേ കാണാനുള്ളല്ലോ. അതെ, ഉണ്ടോ മൊത്തം മാർബിൾ ഗ്രാനൈറ്റ് കടകളാണ്. അതല്ലേ ഹിസാർ, ചണ്ഡീഗഡ്, സിർസ ഒക്കെ വലത്തേക്ക്, ഈ പാലത്തിനടിയിൽ നിന്ന് വലത്തേക്ക്. RSRTC, രാജസ്ഥാൻ സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ, അവിടുന്ന് റൈറ്റിലേക്ക്. ഇവിടുന്ന് കുറച്ച് ഭാഗം ഇന്നാൾ വന്നപ്പം വഴിപണി നടക്കായിരുന്നു. ഇപ്പം കുറേയൊക്കെ വഴി പണിത് കാണും. എന്നാലും ഡബിൾ ലൈൻ റോഡാണ്. നമ്മളിപ്പം വന്നത്ര നല്ല റോഡായിരിക്കുകയില്ല. ഇനി എവിടെ നോക്കിയാലും കുറച്ച് സമയത്തേക്ക് അങ്ങോട്ട് കുറേ ഓടുന്നിടത്തെല്ലാം ഈ മാർബിളായിരിക്കും. മാർബിൾ കടകളും ഈ മാർബിൾ കട്ട് ചെയ്യാതെ കൊണ്ടുപോകുന്ന കല്ല് കൊണ്ടുപോകുന്നതും കാണാം. ഉണ്ടാവും. മക്രാൻ 60, നാഗൂർ 214, ബട്ടിൻഡ 492, അമൃത്സർ 678. എല്ലാം മാർബിൾ കടകളാണ്. പല ഡിസൈനിലുള്ള, അതെ, കളറിലുള്ള മാർബിളുകൾ കാണാം. ഈ മാർബിൾ കട്ട് ചെയ്യുന്നതിൻ്റെ ആയിരിക്കും. ഇവിടെ എല്ലാം പൊടിയാണ് മൊത്തം. എന്നാ വമ്പൻ കടകളല്ലേ എല്ലാം. വലിയ കടകളുണ്ട്, ചെറുതുമുണ്ട്. ഇത്രയും നേരം ഓടിയെത്തിയ പോലെ പെട്ടെന്ന് അങ്ങോട്ട് എത്തിയല്ലോ കേട്ടോ. വഴി ഇതിപ്പോൾ ഡബിൾ ലൈൻ, അതുകൊണ്ട് ഇച്ചിരി സ്പീഡായിട്ട് നിൽക്കണം. മാർബിളേ കൊണ്ടുപോകാനൊക്കെ ഉള്ള വണ്ടികളുടെ തിരക്കാണ് ഇവിടെ മുഴുവൻ. ഇല്ല, ഇതിവിടെ മാത്രമേ ഉള്ളൂ. ഇവിടെ നിന്ന് ഇപ്പം അങ്ങ് നീങ്ങുമ്പോൾ മാറും. പിന്നെ മക്രാന ചെല്ലുമ്പം ഇച്ചിരി തിരക്കുണ്ടാവും. ഇതുപോലെ ആ വണ്ടിയിലേക്ക് പൊടി ഉണ്ടോ? അതെ അതെ. ഇവിടെ ഈ കട്ട് ചെയ്യുന്ന ഉണ്ടെന്ന് തോന്നേ. അതൊക്കെ കൂടെ ഉണ്ടായിരിക്കും അന്തരീക്ഷത്തിൽ ഇത്രയും പൊടി. ഇതുണ്ടോ, ഇത് ഗ്രാനൈറ്റ് കട്ട് ചെയ്തതിൻ്റെ പൊടിയാണ്, പാറപ്പൊടിയേ. അതങ്ങനെ അവിടുന്ന് ട്രെയിലർ ലോഡ് ചെയ്ത് വിടുന്നുണ്ട്. അതുകൊണ്ടോ ആ ട്രെയിലറിൽ 2 കല്ലേ ഉള്ളു ലോഡ്. അവർ നമ്മുടെ ഇത് ചാനൽ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അതിനകത്തു നിന്ന് ഒരാൾ ഉണ്ടോ അത് വീഡിയോ എടുക്കാൻ വരുന്നു. ഫ്രണ്ടിൽ എഴുതി വെച്ചേക്കുന്ന കണ്ടപ്പോഴേ അവർക്ക് മനസ്സിലായി. ഇതുണ്ടോ, ഇതിപ്പോൾ ഒരു വണ്ടി ഓടിച്ചായിരുന്നു അല്ലേ? എന്നാ മുകളിലായിരുന്നാ ഓടിക്കുന്നേ. അതെ, എവിടെയെങ്കിലും ഫുഡ് കഴിക്കാൻ നിർത്ത്. കോ ഡ്രൈവറാണെ കിടന്ന് ഉറങ്ങി മടുത്തിട്ട് ഇതേ എഴുന്നേറ്റിരുന്നതേ പോകാൻ കിടന്നോണ്ടിരിക്കുന്നത്. അവിടെ അത്ര ഇടയായിരുന്നു വഴി, തീർത്ത് മോശം. ഇനി അങ്ങോട്ട് പിന്നെ ഇതുപോലുള്ള വഴിയാ പിന്നെ മിക്കവാറും അങ്ങ് വരെ. അവനെ ഉണർത്താനുള്ള ഒരു കട്ടറുകളായിരുന്നത്. കട നോക്കിക്കണം കേട്ടോ. അവിടെ കണ്ട പോലെ വലിയ കടകളൊന്നും ഈ വഴിക്ക് കാണുകയില്ല. ചെറിയ കടകളൊക്കെ കാണും. ഗോശാല വല്ലതും അവിടെ അറിയില്ല. രാജാവ് നല്ലോണം കണ്ടില്ല കേട്ടോ. അതിന് കുതിരപ്പുറത്ത് ഒരാളുണ്ടല്ലോ. കുച്ചാമൻ 56 കിലോമീറ്റർ. ഇവിടെ ഈ വഴിയിലോട്ട് കയറിയിട്ടേ നല്ല കടകളൊന്നും കാണുന്നില്ലോ. കടകൾ കാണും, വലിയ കടയൊന്നും കാണില്ല, ചെറിയ കടകൾ കാണും. അവിടെ എവിടെയെങ്കിലും നിർത്തി നമുക്ക് കഴിച്ചിട്ട് പോവാം. ഒരു പിക്കപ്പിൽ ഒരു കുതിര നിൽക്കുന്നു. വെൽക്കം ടു ഇൻഡസ്ട്രിയൽ ഏരിയ രൂപാംഗഡ്. നമുക്ക് ഇങ്ങോട്ട് കുച്ചാമൻ സിറ്റി, ആ ജയ്പൂരൊക്കെ അങ്ങോട്ട് പോകണം. നറൈന 35, രൂപാംഗഡ് 2. മക്രാന, കുച്ചാമൻ സിറ്റി, ലക്നൗ, ഹനുമാൻഗഡ് അവിടെ വരെയുള്ള ഇപ്പം നോക്ക്. അത് കഴിഞ്ഞിട്ട് അങ്ങോട്ടുള്ള പറയാം.
അകത്തെ കെട്ടിയേക്കുന്ന ബെൽറ്റൊക്കെ ലൂസായിട്ടുണ്ട്. എല്ലാം ഉരുണ്ടി താഴ്ചാടുവോ? ഓ നമ്മുടെ മറ്റേ കയറുണ്ടല്ലോ, കയറ് നല്ല സ്ട്രോങ്ങാ. അടിപൊളി സാധനം. അത് എലാസ്റ്റിക് പോലെ നിൽക്കും. അതുകൊണ്ട് കണ്ടോ കെട്ട് ലൂസായി പോയിട്ടേ ഇല്ല. ഇന്ന് തവാ റൊട്ടി കിട്ടിയിട്ടുണ്ട്. തവാ റൊട്ടിയുടെ കൂടെ മട്ടർ ഗോബി. ഇത് മട്ടർ ഗോബി കേട്ടോ, മട്ടറും ഗോബി. മട്ടർ എന്ന് പറഞ്ഞത് അപ്പുറത്തെ ഗോപിയല്ല, ഇത് ഇവിടുത്തെ ഗോപിയാ, ഫുൽ ഗോബി. പിന്നെ മട്ടർ, ഇത് നമ്മുടെ ഇതിൻ്റെ പേരെന്നായിരുന്നു? മിക്സ് ഭാജി. ഇത് മിക്സ് ഭാജി. മട്ടറിന് പറയുന്നത് മട്ടർ ഗോബി, അത് ഗ്രീൻ പീസ്. ആ, ഗ്രീൻ പീസ്. മറന്നു പോയില്ലേ, അതാ. കറി ഈ വലിയ പ്ലേറ്റിനകത്തും ചപ്പാത്തി ചെറിയ പാത്രത്തിൽ വരുന്നത്. അങ്ങനെ മക്രാന 35, സിക്കാർ 150, നാഗൂർ 159, ബത്തിൻ്റെ 467, അമൃത്സർ 658. പത്താംകോട്ട് എത്ര ഞാൻ കണ്ടില്ല കേട്ടോ, അതിനുള്ള സമയം കിട്ടിയില്ല. ഇഞ്ചിയുമായിട്ട് പഞ്ചാബിലേക്കുള്ള നമ്മുടെ യാത്രയിൽ നമ്മളിപ്പോൾ ഉള്ള രാജസ്ഥാനിലെ കൃഷ്ണൻഘട്ടൊക്കെ കഴിഞ്ഞിട്ട് മക്രാന റോഡിലാണ്. ഇപ്പോൾ പുത്തേ ട്രാവലോൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതെ, കൃഷ്ണൻഘട്ടല്ല, കിഷൻഘട്ട്. കിഷൻഘട്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ പോയ കിഷൻഗഞ്ച്, അതും കൃഷ്ണൻഗഞ്ച് നമ്മൾ പെട്ടെന്ന് ഓർക്കും. അതെ, കിഷൻഗഞ്ച് എന്ന് പറഞ്ഞ പോലെ കിഷൻഘട്ട്. കിഷൻഗഞ്ചെങ്കിൽ കിഷൻഗഞ്ച്, കിഷൻഘട്ടെങ്കിൽ കിഷൻഘട്ട്. അപ്പോൾ ഡ്യൂട്ടിയൊക്കെ മാറിയിട്ട് മൈക്ക് ലൂക്കോയെ ഏൽപ്പിച്ചിട്ടുണ്ട്. ലൂക്കോ പറപ്പിച്ചു വിട്ടോ കേട്ടോ. പിന്നെ വേറെ ഒരു കാര്യം എന്നാന്നറിയോ, നമ്മളിത് കൊണ്ട് ഈ 72 മണിക്കൂറും കൊണ്ട് പറന്ന് അവിടെ ചെല്ലും. അത് ശരിയാ. അപ്പോഴേ അല്ല, നമ്മൾ പറന്നല്ലേ പോകുന്നത്. അതെ, അപ്പം എന്നിട്ടേ അവിടെ ചെല്ലും. അവിടെ ചെല്ലുമ്പോൾ നമ്മൾ പണ്ട് കാശ്മീരിന് സബോളയും കൊണ്ട് പോയില്ലേ എന്ന് പറഞ്ഞ പോലെ ഈ വണ്ടിയെ വെച്ച ഇത് കച്ചവടം. ആ, അപ്പം അതെ, അതാ പറഞ്ഞു വരുന്നേ. അപ്പം പെട്ടെന്ന് ഇഞ്ചി മേടിക്കാൻ ആൾക്കാർ കൂടുതൽ വന്നാൽ ഇത് വണ്ടി പെട്ടെന്ന് കാലിയാവും. ഇനി അല്ല, അപ്പം ഒന്നങ്ങനെ. അപ്പം നമ്മൾ ജലന്ധറിൽ ഒരു 150-200 ചാക്ക് ഇറക്കിയിട്ട് വീണ്ടും അമൃത്സർ പോകണം. അമൃത്സർ ചെല്ലുമ്പം ബാക്കി 400 ചാക്കല്ലേ, അപ്പോൾ ഒരു 10-250 ചാക്ക് അല്ല 200 ചാക്ക് ഉണ്ടാവും. അത് അവിടെ ആവശ്യക്കാർ കൂടുതലുണ്ട്. പെട്ടെന്ന് ഒറ്റ ദിവസം കൊണ്ട് തീർന്നെങ്കിൽ തീർന്നു, അല്ലെങ്കിൽ ചിലപ്പം 1-2 ദിവസം എടുക്കുമെന്ന് ഇറക്കാൻ വേണ്ടിയിട്ട്. അതെ, അവിടെ ചെന്നിട്ട് അമൃത്സറിൽ ചെന്നിട്ട് പിന്നെ 2-3 ദിവസം എടുക്കുമെങ്കിലും കുഴപ്പമില്ല. നമുക്ക് അതിലെ കോ ഡ്രൈവറെ ഏൽപ്പിച്ചിട്ട് കറങ്ങാൻ പോകാം. നമുക്ക് ഇറങ്ങാൻ പരിപാടിയൊന്നുമില്ല. കോ ഡ്രൈവർ വണ്ടിയെ കിടന്നിട്ട് നിങ്ങൾ ഇറങ്ങാൻ പോകുന്നു വിചാരിക്കണ്ട. പോവാണെങ്കിൽ നമ്മൾ 3 പേരും കൂടെ ഒരുമിച്ച് പോകും. നമ്മളെ കൊണ്ടേ പോകത്തുള്ളൂ. മുണ്ടൊക്കെ എത്തുന്നത് പഞ്ചാബ് വരെ ഞങ്ങൾ കൊണ്ടുവന്നില്ലേ മാർക്കറ്റ് കാണാനാണല്ലോ. റോഡ് ഇങ്ങനെ നെടുനീളത്തിൽ കിടക്കുന്ന റോഡും സൈഡിലെ മുൾക്കാടും. ആഹാ, ഇത്ര നേരം അത് മാത്രമാണ് കണ്ടേ. അതിപ്പോ ഇന്ന് രാവിലെ. എന്നാലും നമ്മളൊരു സ്ഥലത്ത് നിന്ന് കറങ്ങാൻ പോകുമ്പോൾ ആ സ്ഥലത്തെ കുറിച്ചൊരു പഠനം നടത്തണ്ടേ. ഫസ്റ്റ് ട്രിപ്പ് കാശ്മീർ കൊണ്ടുവന്ന് പഞ്ചാബ് വന്നിട്ട് ഗോൾഡൻ ടെമ്പിൾ കാണിച്ചു അല്ലേ. വാഗാ ബോർഡർ പോയി. വാഗാ ബോർഡർ പോയാൽ പരേഡ് കണ്ടില്ലെന്നേ ഉള്ളൂ, ബോർഡർ കണ്ടല്ലോ. ഇപ്പൊ ഞങ്ങൾ കണ്ടില്ലല്ലോ. പിന്നെ നമ്മള് കാശ്മീരൊക്കെ കൊണ്ട് കാണിച്ചു, ഗുൽബർഗ് പോയി കൊണ്ട് കാണിച്ചു, പിന്നെ എവിടെല്ലാം കണ്ടു. ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് വന്ന പോലെ ഈ വണ്ടി ഓടിച്ചോണ്ട് വന്നതല്ലേ. അത് പറഞ്ഞിട്ട് കാര്യമുണ്ട്, ഞങ്ങള് വണ്ടിയിൽ ഇട്ടിട്ട് പോയോ. അതുമല്ല, അപ്പൊ ഈ പ്രാവശ്യം അതുപോലെ തന്നെ അല്ല, മാർക്കറ്റിൽ നമ്മള് വണ്ടി കടക്കാരനെ ഏൽപ്പിക്കുന്നു, നമ്മള് പോകുന്നു. അതെ, മറ്റേ സ്നോ കാറിലെ പോയതൊക്കെ ഓർക്കുന്നില്ലേ. അടിപൊളിയാ, പേരടിപൊളിയാ സ്നോ കാർ എന്ന് പറയുമ്പോ. തടിക്കഷ്ണത്തെ ഇരുന്ന് ആൾക്കാർ വലിച്ചോണ്ട് പോവാ ഉണ്ടോ. പ്രായമായ ആൾക്കാർ കുറെ ചുറ്റുകളിയാണോ. അതെ, അല്ല അപ്പൂപ്പൻ എന്ന് പറഞ്ഞൊന്നും അവര് കേൾക്കണ്ട, അപ്പൂപ്പന്മാരാണല്ലോ. ഇങ്ങനെ ആൽത്തറയൊക്കെ കെട്ടിയിട്ടേക്കുന്നിടത്ത് ഇരിക്കാൻ നല്ല രസമല്ലേ, കാറ്റൊക്കെ കൊണ്ട്. മക്രാനെ മാർബിൾ സിറ്റിയിലേക്ക് എടുത്തോണ്ടിരിക്കല്ലേ നമ്മളിപ്പോ. അതെ, നമുക്ക് പോകാനുള്ള വഴിയൊക്കെ ഒന്ന് വിശദമാക്കൂ. വഴി ഇപ്പം നമ്മൾ എവിടുന്നാ പോകുന്നത്? കിഷൻഘട്ടിൽ മക്രാന റൂട്ടിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം നമ്മൾ ഇനിയും പോകുന്നതേ കുച്ചാമൻ സിറ്റി, ഡിഡ്വാന, ലഡ്നൂൺ, പിന്നെ അതുവഴി നേരെ ഹിസാർ, അങ്ങനെ ജലന്ധർ പോകണമല്ലോ. ജലന്ധർ പോകുന്നതുകൊണ്ട് ഈ വഴിയാണ് പോകുന്നത്. ഇല്ലെങ്കിൽ വേറെ വഴിക്ക് നേരെ അമൃത്സറിൽ ഇറങ്ങാൻ വഴി ഉണ്ടായിരുന്നു. ജലന്ധർ പോയി വേണം നമുക്ക് അമൃത്സർ പോകാൻ. ഇപ്പോൾ ഹിസാർ വഴിയാണ് പോകുന്നത്. ഹിസാർ ഹരിയാന. അതെ, ഹിസാർ ഹരിയാന. ഇത് സ്കൂളാണ് കേട്ടോ ഇവിടുത്തെ. ഇതുണ്ട് മക്രാന 10, കുച്ചാമൻ 22, സിക്കാർ 125, സലസാർ 150, ഹനുമാൻഘട്ട് 306, അമൃത്സർ 628. അപ്പം നമുക്ക് ഇനി ഒരു 550 കിലോമീറ്ററോളം ഉണ്ട് കേട്ടോ. എവിടെ? ജലന്ധറിന്. ചെല്ലും, എത്തും. ഇന്നലെ രാത്രി തൊട്ടാ കിലോമീറ്റർ മറിയാൻ തുടങ്ങിയത്, മധ്യപ്രദേശിൽ കയറിയതിന് ശേഷം.
അല്ലെ വണ്ടി ഓടുന്നുണ്ടെന്നോ ഉള്ളായിരുന്നു. അതെ, കിലോമീറ്റർ മറിയുന്നില്ലായിരുന്നു. അറിയുന്നില്ല. അതെ അതെ, ഏറ്റവും ഇറക്കം ചാട്ടവും ആയിട്ടേ. ആ മെയിൻ റോഡ് രാവിലെ പറപ്പിച്ചു വിട്ടു. 75, 78, ആണോ 80 താഴെ ആയിട്ട് ഇങ്ങനെ നിന്നു. കുഴപ്പമില്ല, ഡീസൽ അടിക്കുമ്പോഴേ ഇത് പറയണോ 75-80 വെട്ടാൻ. നമ്മള് നിൽക്കുക. നാളെ രാവിലെ 2 മണിക്ക് മുമ്പ് അവിടെ ചെല്ലണ്ടേ ഇത്? ഇത് എന്നോട് പറയണ്ടായിരുന്നു ഞാൻ 80 ആക്കിയിട്ടുണ്ടെന്ന്. നമ്മളറിഞ്ഞില്ലല്ലോ. എന്നാ പിന്നെ 80 വിട്ടാനല്ലേ? നമ്മളെന്നാ 80 വിട്ടാനല്ലോ. 60 ആയിരുന്നു. ഞാൻ 80 പോയപ്പോ അവിടെ പേപ്പർ ആയി കിട്ടിയേനെ. വേറൊരു കാര്യമുണ്ട്, ഇത് കേട്ടിട്ട് ഇവിടെ 80 വിടണ്ട, ഇവിടെ 60 ലിമിറ്റ് കേട്ടോ. ഈ വഴിക്ക് സ്പീഡ് ലിമിറ്റ് 60. അവിടെ നിങ്ങൾ രണ്ടുപേരും കണ്ടില്ല, അപ്പുറേ സ്പീഡ് പിടിക്കുന്ന ആൾക്കാർ കിടപ്പുണ്ടായിരുന്നു, ഞാൻ കണ്ടായിരുന്നു. അതെ, അവര് രണ്ടുപേരിങ്ങനെ ക്യാമറ ഒക്കെ വെച്ച് നിൽപ്പുണ്ടായിരുന്നു. ഇന്നാൾ പിടിച്ചില്ലേ അതുപോലെയുള്ള വണ്ടി. നമ്മുടെ മീറ്ററിൽ അന്നേരം ഒരു 65 കാണിച്ചാൽ അവരുടെ സ്കെയിലിൽ ചിലപ്പോൾ 60 ആയിരിക്കും. എന്നോട് ആർട്ടിയാ പറഞ്ഞേക്കുന്നത് സേഫ്റ്റി ഫസ്റ്റ്, സ്പീഡ് നെക്സ്റ്റ് എന്നാ പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് 55-60 എന്നുള്ള കിച്ചോളൂ. അത് മതി. ഇന്ന് രാവിലെ നമ്മൾ നിയമിച്ച ചെക്ക് പോസ്റ്റ് കഴിഞ്ഞിട്ട് ഇതുവരെ ഇപ്പം 340 കിലോമീറ്റർ ഓടി. അതെ, ആൾക്കാർ വിളിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ 300 കിലോമീറ്റർ ഓടിച്ചേ. പുള്ളി പറഞ്ഞ എന്നാന്നറിയോ, ലേഡി ഡ്രൈവർ ആണല്ലേ, ആദ്യം കാണുക, അപ്പൊ ഏതൊക്കെയായാലും ലേഡി ഡ്രൈവറുടെ പേരിൽ ആദ്യത്തെ ഒരു ചലാൻ എഴുതിയേക്കാന്നാ പറഞ്ഞേ. എന്തിന് നമ്മുടെ സമയം കളയുന്നവരുടെ എത്ര സമയം ചിലപ്പം ഈ ടോളിലങ്ങാണ്ട് അങ്ങനെ നിയമമില്ല, 5 മിനിറ്റ് കൂടുതൽ ടോൾ ക്യൂവിൽ കിടന്നിട്ടുണ്ട് പൈസ കൊടുക്കണ്ടെന്ന്. അതൊക്കെ നിയമമൊക്കെ ഉണ്ട്, പക്ഷെ അതൊന്നും നമുക്ക് ബാധകമല്ല. എന്തെല്ലാം നിയമം, നമ്മളെ നിയമം തെറ്റിച്ചാൽ മാത്രമേ പ്രശ്നമുള്ളൂ, അല്ലാതെ ഗവൺമെന്റ് റൂളോ അല്ലെങ്കിൽ ടോളിലുള്ളവരുടെ അല്ലല്ല ഒരു പരിഗണന ഉണ്ടാവില്ല. എത്ര മണിക്കൂർ കിടന്നാലും നിയമം അങ്ങനെ ഉണ്ടല്ലോ, എത്ര മണിക്കൂർ കിടന്നാലും പൈസ കൊടുത്തിട്ടേ പോകാൻ പറ്റുള്ളൂ. ആ മരങ്ങളെ വെട്ടി നിർത്തിയേക്കുന്നുണ്ടോ, നല്ല രസമല്ലേ കാണാനത്. 2 സൈഡിലും അതെ കേട്ടോ. ഇത് ഇവിടെ ഇങ്ങനെ ഉണ്ടാകുന്നതായിരിക്കും. എന്നിട്ടുണ്ടല്ലോ ഇതിന്റെ ഇല ഒട്ടകങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് പറയുന്നത്. ഇഷ്ടമായിട്ടൊന്നും ആയിരിക്കത്തില്ല, വേറെ ഒന്നും തിന്നാനില്ലല്ലോ, ഇതല്ലേ ഉള്ളൂ. അതെ, അതുകൊണ്ട് കഴിക്കുന്നത്. ഇപ്പൊ നമ്മളിപ്പോ റൊട്ടി കഴിക്കുന്നു പറഞ്ഞ പോലെ. എന്തായാലും റൊട്ടിയിലാണല്ലോ ചെന്ന് നിൽക്കുന്നത്. അതെ, ഇതിന്റെ കമ്പെല്ലാം വെട്ടി തീ കത്തിക്കാനായിട്ട് വെറുക്കിക്കൊണ്ട് പോകുന്നതാണല്ലോ. അതെ, ഇതിനകത്തൂടെ മാനും നീൽക്കായും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് നിപ്പുണ്ടായിരുന്നു, ഇഷ്ടംപോലെ നിപ്പുണ്ട്. അതിനൊന്നും കാണാൻ ഇറങ്ങാനൊന്നും സമയമില്ല. മണ്ടാവര പിന്നെ തലവരേന്ന് അങ്ങനെ ഇട്ടാൽ മതിയായിരുന്നല്ലോ. മണ്ടേവരേന്ന് വരും. മണ്ടാവരയാ. ഇവിടെ കണ്ട് റെയിൽവേ സ്റ്റേഷൻ ഉണ്ട് കേട്ടോ, റൈറ്റ് സൈഡില്. പോലീസ് സ്റ്റേഷൻ കുച്ചാമൻ 11 കിലോമീറ്റർ. ജയ്പൂർ നമ്മൾ ശരിക്കും ജയ്പൂർ നേരെ പോയാണ് കൃഷ്ണഘട്ടിൽ നിന്ന് റൈറ്റ് പോയാൽ ആ ഹൈവേ റൈറ്റ് പോകണമെന്നില്ല, ആ ഹൈവേ അങ്ങനെ പോകുന്ന ജയ്പൂരാ. ട്രാക്ടറിൽ അത് വെട്ടിക്കൊണ്ട് പോകുന്നുണ്ടോ ആ മുള്ളു ചെടി? അത് പശുവിന് കൊടുക്കാനൊക്കെ ആയിരിക്കും. അതന്നെയല്ല, അത് പലതിനും ഉപയോഗിക്കുന്നുണ്ട്. ഈ വീടിൻ്റെ ഭിത്തിക്ക് ഇങ്ങനെ വെക്കാനൊക്കെ ഉപയോഗിക്കുന്നില്ലേ, അതിൻ്റെ ചെറിയ കമ്പാണെന്ന് തോന്നുന്നു. ഇത് അത് വേറൊരു ടൈപ്പ് ഉണ്ട്, കത്തിക്കാനും എടുക്കും. എന്നിട്ട് ഇതിങ്ങനെ അടുക്കി വെച്ചിട്ട് അതേ മണ്ണ് തേച്ച് വെച്ച് നമ്മൾ കണ്ടതല്ലേ. അത് ഇതിൻ്റെ തന്നെ കമ്പാണോന്ന് അറിയത്തില്ല കേട്ടോ. അത് വേറൊരു സാധനമുണ്ട്. നമ്മളെ കഴിക്കാൻ നിർത്തിയില്ല മുമ്പായി. കഴിക്കാൻ നിർത്തിയപ്പം ഒരു കാറുകാർ ടാക്സി കൊടുത്ത വണ്ടിയാണ്, വണ്ടി പ്രൈവറ്റാ, ടാക്സി വണ്ടിയാണെന്നാണ് പറഞ്ഞത്, ടാക്സി കൊടുത്താന്നാണ് പറഞ്ഞത്. അവരിങ്ങനെ അങ്ങ് പോയിട്ട് വണ്ടി കിടക്കുന്ന കണ്ടിട്ട് തിരിച്ചു വന്നായിരുന്നു. എന്നോട് ചോദിച്ചായിരുന്നു മാഡം എന്ത് ചെയ്യുന്നൊക്കെ ചോദിച്ചു. എന്നോട് ചോദിച്ചു പെങ്ങളാണോന്ന് ചോദിച്ചു. ആ അല്ല മോളാന്ന് പറയാമല്ലോ. അല്ല, ഞാൻ പറഞ്ഞു അമ്മയുടെ അനിയത്തിയാന്ന് പറഞ്ഞു. എന്നാ പിന്നെ വല്യമ്മയാന്നോ എല്ലാം പറയാൻ പറ്റായിരുന്നോ? അമ്മയുടെ അമ്മയാന്നോ? പിന്നെ കണ്ണുകൂട്ടന്മാരല്ലേ എന്ന് പറഞ്ഞാണോ? നിങ്ങളെ കടയിൽ ഇരുന്നോണ്ടേ അപ്പം കുറച്ച് സംസാരിച്ചിട്ടൊക്കെ പോയി അവര്. മണലാണ്. അതെന്നാന്നറിയോ, അത് മാർബിളില്ലേ, മാർബിള് പൊഴിച്ചതാ അത്. അല്ല, പഞ്ചസാര പോലെ ഇരിക്കുന്നു. അതെ, തിളക്കവും. അത് ചിലപ്പോ ഇത് കട്ട് ചെയ്യുന്ന ഫാക്ടറിയിലെ മുമ്പ് അവിടെ കിടക്കുന്ന കണ്ടില്ലേ, അതിന്റെ പൊടി ആയിരിക്കും അത്. കമ്പിളിപ്പതിപ്പ് വേണോ? കമ്പിളിപ്പതിപ്പ് അതെ അതെ, കഴിഞ്ഞ പ്രാവശ്യം മേടിച്ച കമ്പിളിയൊക്കെ വീട്ടിൽ വെച്ചിട്ടാ വന്നേക്കുന്നത്. ഇപ്രാവശ്യം അധികം തണുപ്പില്ലെന്ന് പറഞ്ഞ് പഞ്ചാബിൽ ചെല്ലുമ്പോ അറിയാം തണുപ്പുണ്ടോ ഇല്ല. സെറ്ററും എടുത്തിട്ടില്ല, അതും വീട്ടിൽ വെച്ചിട്ടാ. ഒരു കുഴപ്പമില്ല, നന്നായി. മേടിക്കല്ലോ കേട്ടോ, പുതിയ മേടിക്കല്ലോ നീ. ഇത് നേരെ കയറി പോകുന്ന കുച്ചാമൻ സിറ്റി, ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് ഡിഡ്വാന.
പണ്ട് ഇതെല്ലാം ഈ സിറ്റിക്കകത്തൂടെ ആയിരുന്നു പോകുന്നത്. ബൈപ്പാസ് ഒന്നും ഇല്ലായിരുന്നു. ഞാൻ 2014 വരുമ്പോൾ ബൈപ്പാസ് ഒന്നുമില്ല. അല്ല അന്നേരം എക്സ്പ്രസ് ലോഡിനൊക്കെ ഈ സമയം തന്നെയായിരുന്നു. അന്നേരം സമയം കൂടുതലുണ്ടായിരുന്നു. അപ്പോൾ അന്നേരം എന്നായിരുന്നറിയോ, ഇവർ ഈ ഒരു സമയം പറയും. അപ്പം അന്ന് വണ്ടിക്കാർ ഈ പറയുന്നതിൽ നേരത്തെ ചിലപ്പോൾ ചെല്ലും, പിടിച്ച്. അപ്പം വീണ്ടും പിന്നെ പതുക്കെ ഉണ്ടല്ലോ സമയം അങ്ങ് പാർട്ടിക്കാർ കുറയ്ക്കും. അപ്പം വണ്ടി ഇങ്ങനെ വരുന്നുണ്ടല്ലോ, അതുകൊണ്ട് അങ്ങ് കുറയ്ക്കും. അത് തന്നെ നടക്കുന്ന കാര്യം. അതൊക്കെ അങ്ങനെ തന്നെയാണ്. ഈ എക്സ്പ്രസ് പോകുമ്പോഴേ എന്നാ ബ്ലോക്ക് ഉണ്ടായാലും എന്നാ സംഭവം ഉണ്ടായാലും അതൊന്നും പാർട്ടിയെ ബാധിക്കുന്ന കാര്യമല്ല. ആ സമയത്ത് കൊടുത്തോണം. ആ സമയത്ത് അവിടെ ചെന്നാൽ അതിനനുസരിച്ച് വാടക തരും. അതിൽ താമസിച്ച് പോയിട്ടുണ്ടെങ്കിൽ വാടക കട്ട് ചെയ്യും, അത്രേ ഉള്ളൂ. അതിനൊന്നും ഒരു ദാക്ഷിണ്യവും ഇല്ല. ഡിഡ്വാന 20 കിലോമീറ്റർ. നമ്മൾ ഗ്രാമത്തിനകത്തുള്ളൊരു ചെറിയ മാർക്കറ്റിൽ കൂടെ പോകുന്നുട്ടോ. ഗ്രാമത്തിനകത്തുള്ളൊരു ചെറിയ ഗ്രാമത്തിൽ കൂടെ പോകുന്ന അല്ലേ. റോഡ് ഡബിൾ ലൈൻ ആണെങ്കിലും നല്ല അടിപൊളി റോഡാ അല്ലേ. 4 ലൈൻ ഒന്നും അല്ലെങ്കിലും വലിയ തിരക്കുമില്ല. കുറച്ച് പേര് റോഡ് ക്രോസ് ചെയ്യാൻ വരുന്നുണ്ട്. അതെ കറക്റ്റ് സീബ്ര ലൈനിൽ കൂടെ തന്നെയാ ക്രോസ് ചെയ്യുന്നത്. ട്രാഫിക് നിയമങ്ങളൊക്കെ അറിയാവുന്ന. നമ്മളെ കഴിഞ്ഞ ട്രിപ്പ് വേറൊരു സൈഡിൽ കൂടെ അല്ലേ പോയ, രാജസ്ഥാന്റെ. അപ്പൊ ആ സൈഡ് പോലെ അല്ലേ ഇവിടെ വല്ല വ്യത്യാസമല്ലേ? കഴിഞ്ഞ പ്രാവശ്യം പോയ നമ്മൾ ഈ പോകുന്നതിന്റെ ലെഫ്റ്റ് സൈഡിൽ കൂടെ കുറെ കൂടെ അകലക്കൂടെയാണ് നമ്മൾ പോയത്. അവിടെ ഇവിടെ ആയിട്ട് ഭയങ്കര വ്യത്യാസമാണ്. അപ്പൊ അതുപോലെ അവിടുത്തെ പോലത്തെ വീടുകളൊന്നും അല്ല ഇവിടെ. രാജസ്ഥാൻ വലിയ സംസ്ഥാനമല്ലേ. കൃഷികളൊക്കെ ആണെങ്കിലും വ്യത്യാസമാണ്. ബഡീച്ചപ്രി എന്നാ ഈ സ്ഥലപ്പേര് കേട്ടോ. ഇവിടെ ഇവിടെ എത്ര 660 ആണെന്ന് തോന്നുന്നു അല്ലേ. അതാ പറഞ്ഞേ, അത്ര മോശമല്ല. പഠാൻകോട്ട് കിലോമീറ്റർ എത്ര ഉണ്ടായിരുന്നോ? ഇല്ലല്ലേ. ഇല്ലില്ല. സ്പീഡ് ലിമിറ്റ് എല്ലാം എഴുതി വെച്ചിട്ടുണ്ട് ഓരോ സ്ഥലത്തും. 20 പാടുള്ളൂ കേട്ടോ. അത് ഇവിടെ മാത്രം. ബോർഡ് വെച്ചിരുന്നിടത്തല്ല, ഈ വളവിന് വല്ലോ ഈ വളവുള്ളതുകൊണ്ടാ. അതെല്ലായിടത്തും കറക്റ്റ് ആയിട്ടുണ്ട്. എല്ലാ വണ്ടിയുടെ സ്പീഡ് ലിമിറ്റ് എഴുതി വെച്ചിട്ടുണ്ട്. സ്പീഡ് ലിമിറ്റ് ആ ലിമിറ്റ് തുടങ്ങുന്നിടത്ത് റൗണ്ടിലിട്ട് എഴുതി അത് തീരുന്നിടത്ത് റൗണ്ട് ഇല്ലാതെ കാണേണ്ടതാണ്. അതെ, നമ്മൾ ഇതുവരെ റൗണ്ട് ഇല്ലാതെ ഒരിടത്തും കണ്ടിട്ടില്ല. ഈ ലിമിറ്റ് വെച്ചിരിക്കുന്നത് മാത്രമേ കാണിക്കുന്നുള്ളൂ. ലിമിറ്റ് എവിടെ അവസാനിക്കുന്നത് കാണിക്കുന്നില്ല. ആ ബസ്സിന്റെ മുകളിൽ കണ്ടോ ഒരു ലോറിയെ കയറുന്ന ലോഡുണ്ട്. അതെ, ഡിഡ്വാന ടൗണിലേക്കുള്ള വഴിയാണ് ഇത്. ബൈപ്പാസ് എന്നാ സാധനത്തിനെ കണ്ടാലും നീൽക്കായി ആയിട്ടാ തോന്നുന്നത്. അതിലൊരു പശു നടന്നു പോവാ റോഡിൽ നിൽക്കുന്ന. അത് അകലേന്ന് കണ്ടപ്പോഴല്ലേ പറഞ്ഞു അടുത്തൊന്നും പശു മനസ്സിലായി. എനിക്ക് വന്ന തിമിരം ബാധിച്ചെന്നാ. കണ്ണാടി ഒരെണ്ണം മേടിച്ചു കൊടുത്തു. എന്റെ കണ്ണെ കുറ്റം പറഞ്ഞുണ്ടല്ലോ. അല്ല, ഞാനല്ലേ ഈ അകലെ നിൽക്കുന്ന സാധനത്തിന് മുഴുവൻ കാണിച്ചു തരുന്നു. എന്നിട്ട് അന്നേരം എന്റെ കണ്ണിന് ഒരു കുഴപ്പമില്ല. ഞങ്ങള് റോഡിൽ ശ്രദ്ധിക്കാന്ന്. ലക്നൗ 24, സുജാൻഘട്ട് 38, രത്തൻഘട്ട് 85, സർദാർ സഗർ 135, ഹനുമാൻഘട്ട് 285, അബോർ 336. അബോറാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കിന്നു കയറ്റിയത്. അബോർ പോന്നില്ല. അതെന്താ? അബോറിന് കേട്ടപ്പോ തന്നെ പുച്ഛം. അതെ, കഴിഞ്ഞ പ്രാവശ്യം പോയി അവിടെ എത്ര ദിവസം കിടന്നല്ലേ, അതുകൊണ്ട് പുച്ഛമൊന്നുമില്ല. ഇപ്രാവശ്യം തിരിച്ച് എക്സ്പ്രസ് വേണമെന്നില്ല, അതുകൊണ്ടാ. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാന്നേ, കിഴങ്ങ് കയറ്റിയേക്കാം. കിഴങ്ങ് കേരളത്തിലേക്ക് നമുക്ക് ഡയറക്റ്റ് കിട്ടും. തമിഴ്നാടിനെ കാണുള്ളായിരിക്കും, കേരളത്തിലേക്കില്ല. തമിഴ്നാടിനൊക്കെ ഉണ്ട്. പിന്നെ തമിഴ്നാട്ടിൽ നിന്ന് അവിടെ നമുക്ക് പിന്നെ നാട്ടിലേക്ക് പോകണല്ലോ. അവിടെ താമസം. അതുണ്ട്. ഇതുണ്ടോ സ്പീഡ് ലിമിറ്റ് എഴുതി വെച്ചേക്കുന്നത് ഓരോ വണ്ടിയുടെ. ഇവിടുത്തെ സ്പീഡ് ലിമിറ്റ് അത് കേട്ടോ. ഇപ്പൊ പോയ ആ ട്രാക്ടറല്ലേ കല്ല് കണ്ടോ കയറിട്ട് കെട്ടിക്കൊണ്ട് പോകുന്നത് അടുക്കി വെച്ചിട്ട്. ചതുരക്കല്ല, നല്ല അലുവ കഷ്ണം പോലെ ഇരിക്കുക. അതിങ്ങനെ പെറുക്കി അടുക്കി വെച്ചിട്ട് കയറിട്ട് കെട്ടിയേക്കുക. മുമ്പേ അവിടെ ഒത്തിരി വണ്ടി കിടപ്പുണ്ടായിരുന്നു, അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അവിടെ മാർക്കറ്റ് പോലെ ഉണ്ടായിരുന്നു നമ്മൾ വന്ന വഴിക്ക്. ഈ കാണുന്ന ഇതില്ലേ, ഇത് ഈ മരങ്ങൾ നിൽക്കുന്നേ, അതിനകത്തെല്ലാം കൃഷി ഉണ്ടായിരുന്ന. ഇപ്പൊ കൃഷിയുടെ സമയം കഴിഞ്ഞോണ്ടാ. അതുകൊണ്ടായിരിക്കും. ചിലയിടത്തൊക്കെ ഗോതമ്പൊക്കെ നിൽപ്പുണ്ടോ ഇവിടെ കൃഷി ചെയ്ത്. നമ്മൾ കഴിഞ്ഞ ദിവസം അതിലേ പോയ പോലെ തന്നെ ഈ വഴിയിലും ഇഷ്ടം പോലെ കേഴയും മ്ലാവും മാനും ഒക്കെ ഉണ്ട്, മയിലും ഒക്കെ ഉണ്ട്. നമ്മൾ ഈ ഉച്ച സമയത്ത് പോകുന്നോണ്ടാ. രാവിലെ വൈകുന്നേരം ഒക്കെ വന്നാൽ ഇഷ്ടം പോലെ കാണാം. അതെ, തിരിച്ചങ്ങോട്ട് ഓറഞ്ച് കയറ്റിയാലും 5 ദിവസം ഉണ്ട്. നമ്മളിപ്പോ അവിടുന്ന് കൊടകിന്നായോണ്ട് ഇഞ്ചി ആയതുകൊണ്ട് ഇവിടെ 3 ദിവസമേ ഉള്ളെന്നുള്ള പോലെ. ഓറഞ്ചിന് പ്രശ്നമില്ല, 2 ദിവസം ഇവിടെ കൂട്ടി കിട്ടി. 5 ദിവസം ഉണ്ട്. അവിടെ നമ്മൾ ഇതുവരെ കാണാത്ത എന്തോ കൃഷി ഉണ്ടായിരുന്നു. നോക്കായിരുന്നു. നോക്കൂ, ഞങ്ങളങ്ങ് പോക്കോളാം. കുറെ ബസ് വരും, കയറി പതുക്കെ അങ്ങ് വന്നാൽ മതി. പൈസ കൊടുത്തരും ചിലവിന്. കുറച്ച് കാശിങ് മണി അറിയേ മണി വാങ്ങിക്കോ. കണ്ടേ, സവോള നാസിക്കുന്നൊക്കെ കയറ്റിയ സവോളയാ. ഇത് കാശ്മീർ പോന്ന കേട്ടോ.
ജെക്കെ വണ്ടിയാ, ശ്രീനഗറിനാ. പരിചയക്കാരും വല്ലതും ആണോ നോക്കി. അല്ല, ഇവിടെയൊക്കെ ഈ റോഡിന് രണ്ട് സൈഡ് നല്ല നീറ്റായിട്ട് കിടക്കുന്നല്ലേ. ഇവിടെ ഒന്നും കുഴപ്പമില്ല. ചില സ്ഥലങ്ങളിൽ ഈ പ്ലാസ്റ്റിക് മാലിന്യമാണ് പ്രശ്നം. ഇപ്പം നമ്മൾ ലഡ്നൂൺ എത്തി. ലഡ്നൂൺ റൈറ്റിലേക്ക് നമുക്ക് ഇവിടുന്ന് സുജാൻഘട്ട് ഹിസാറാണ് പോകേണ്ടത്. സൽസാറൊക്കെ ചെന്നാൽ പോകേണ്ടത്. സൽസാർ, ചുരു, ഹിസാർ. ഹിസാർ ഹരിയാന കേട്ടോ. ദേ ഐ ലവ് ലഡ്നൂൺ. ലെഫ്റ്റിലേക്ക് ലഡ്നൂൺ സിറ്റി. ലഡ്നൂൺ സിറ്റിയിലേക്കുള്ള വഴിയാണ്. നമുക്ക് ഇനിയും സൽസാർ, ഫത്തേപൂർ ഒക്കെ പോയിട്ട് വേണം ഹിസാറിലേക്ക് പോകാൻ. രത്തൻഘട്ട്, ലക്ഷ്മൺഘട്ട്, സിക്കാർ, ചണ്ഡിഗഡ്. ചണ്ഡിഗഡ് 492 കിലോമീറ്റർ. ചുരു 107, സിക്കാർ 98, സൽസാർ 35. ഓക്കെ, കൊയ്ത്തന്ത്രം എത്രയാണ് കിടക്കുന്നതെന്ന്. അടുത്ത സ്ഥലത്തേക്ക് പോകാൻ തോന്നുന്നു അല്ലേ. ഹിസാർ 274 കിലോമീറ്റർ, സൽസാർ 19. അപ്പോൾ നമ്മൾ ഹിസാർ ലക്ഷ്യമാക്കി പോകണം കേട്ടോ. കണ്ടോ ആ മരത്തേന്ന് വെട്ടിയിട്ടേക്കുന്ന കമ്പെല്ലാം അവിടെ വാരി കൂട്ടിയിട്ടേക്കുന്നുണ്ടോ. ഇതെല്ലാം ഈ മരം എല്ലാം ഒരുക്കിയിട്ടേക്കും അല്ലേ. അതെന്തിനായിരിക്കും അത് ഉണങ്ങിയ? ആ ഈ ടിപ്പറെ കണ്ടോ, മുകളിലേക്ക് പൊക്കം കൂട്ടി നിൽക്കുക. അതെ, ഉണ്ടോ 2 നീൽഗായ് നിൽപ്പുണ്ട് ഇവിടെ. ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ. ഈ വീടുകളെല്ലാം കണ്ടോ അല്ലേ, ഒരേ സ്റ്റൈലല്ലേ. എല്ലാം ചതുരപ്പെട്ടി തീപ്പെട്ടി പോലെ ആയിരിക്കുന്നത്. വേറൊരു കളറ്. നല്ലൊരു 2-3 മാസം കഴിഞ്ഞല്ലേ വന്ന് നോക്കാം. അന്നേരം തടുത്തു നോക്കുണ്ടോ നോക്കാം. അതെ, ഇപ്പൊ ഈ നോക്കുമ്പോ ഇതെല്ലാം ഇങ്ങനെ ഇലയില്ലാണ്ടല്ലേ നിക്കുന്നത്. ഹിസാർ 205, ചുരു 78, അംബാല 395, ഫത്തേപൂർ 44. അംബാലയൊന്നും നമുക്ക് പോകണ്ടല്ലോ. അംബാല പോകല. ഈ വഴിക്കൊക്കെ വലിയ ഹോട്ടലുകളൊക്കെ കുറവാണ്. ചെറിയ ധാബകളൊക്കെ ഉള്ളൂ. ഈ റോഡും ഇതും 4 ലൈൻ ആക്കാൻ പോകുന്നല്ലോ. 4 ലൈൻ്റെ വർക്ക് നടക്കുന്നുണ്ട്. ഇതുണ്ടോ, ഇതെങ്ങനെ പോകും? ഈ ടോൾ ബൂത്ത് കടന്നു പോകും. അതെങ്ങനെ പോകും? നോക്കിയേ. ആ സൈഡേ മിക്കവാറും അതിന് എന്തായാലും ആ വഴി പണിയുന്നില്ലേ, അത് പണിത് കഴിയുമ്പോൾ അതിലേ പോകുമായിരിക്കും. അല്ല ഇതെങ്ങനെ പോകും? അതൊക്കെ മാസങ്ങൾ കൊണ്ടായിരിക്കും ഒരു സ്ഥലത്ത് എത്തുന്നത്. ഇവിടെ 370 രൂപ. രാജസ്ഥാൻ എന്ന് പറഞ്ഞാലേ രാജാക്കന്മാരുടെ നാടെന്നല്ലേ പറയുന്നത്, രജപുത്രരുടെ നാട്. അതുപോലെ ഒരു സൈഡ് മുഴുവൻ ഥാർ മരുഭൂമി, രാജസ്ഥാൻ്റെ കുറേ ഭാഗം ഥാർ മരുഭൂമി. മറു സൈഡിലാണ് ഇഷ്ടംപോലെ കൃഷിയും അങ്ങനെയുള്ള സ്ഥലങ്ങൾ, ഫലഭൂയിഷ്ടമായ സ്ഥലങ്ങൾ. മൊത്തത്തിൽ നല്ല പ്രത്യേകതയുള്ളൊരു സ്റ്റേറ്റ് അല്ലേ രാജസ്ഥാൻ. അതെ, ഏറ്റവും കൂടുതൽ ഭക്ഷ്യ എണ്ണ ഉൽപ്പാദിപ്പിക്കുന്ന സ്റ്റേറ്റ് രാജസ്ഥാനാണ്. അതുപോലെ തന്നെ കമ്പിളി ഏറ്റവും കൂടുതൽ നിർമ്മിക്കുന്നത് ഇവിടെ രാജസ്ഥാനിൽ. കാണുമായിരിക്കും, നമ്മൾ എന്തോരം എണ്ണത്തിനെ കാണുന്നത്. അതിനല്ല, ഈ കമ്പിളിയും കൊണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ കൂടെ ഒക്കെ വരുന്നില്ലേ, എല്ലാം രാജസ്ഥാനികളാണ്. അതെ. ഓ, ഇതന്നെ ഒരു ബസ്സിന്റെ ചുറ്റും ആളാണ്, അകത്തും പുറത്തും മുകളിലും എല്ലാം ആളാണോ? ഇത് ട്രിപ്പ് ബസ് ആയിരിക്കും ഇവിടുത്തെ. അകത്ത് ഒത്തിരി ഇല്ല, കുറച്ച് പേര് ഇറങ്ങിക്കുന്നത്. എനിക്കൊന്ന് ബസ് എന്തായാലും കേടായി കാണും. അല്ല, നമ്മൾ രാജസ്ഥാനിൽ കേൾക്കുമ്പോഴേ മരുഭൂമിയുടെ കാര്യമല്ലേ ഓർക്കുന്നത്. മരുഭൂമിയുണ്ട്, അതുപോലെ തന്നെ വനമുണ്ട്. ഇപ്പോൾ ആരവല്ലി പർവ്വതനിരകളൊക്കെ ഉണ്ടല്ലോ, പിന്നെ മൗണ്ട് അബു ഒക്കെ ആരവല്ലി പർവ്വതനിരകളിലല്ലേ. അപ്പോൾ അതുപോലെ വനമുണ്ട്. നാഷണൽ പാർക്കുകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ, മറ്റേ പിന്നെ ടൈഗർ റിസർവുകൾ. നമ്മൾ ഹരിദ്വാർ പോയപ്പോൾ ഒരു ടൈഗർ റിസർവിൽ കൂടെ അല്ലേ പോയത്, പേര് ഞാൻ മറന്നുപോയി. നീൽഗായ് എല്ലായിടത്തും ഉണ്ട്, മൊത്തത്തിലുണ്ട്, ഇഷ്ടം പോലെ. അതെ, എല്ലാ പറമ്പിൽ കൂടെ ഉണ്ട്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റേറ്റും കൂടെ രാജസ്ഥാന്. റോഡ് കണ്ടോ, ഇങ്ങനെ നേരെ കിടക്കുക, നിരപ്പ് മാത്രം. നിരപ്പ് സ്ഥലമല്ലേ മുഴുവനും. അതെ, മതിൽ കെട്ടിയ പോലെ ഇരിക്കുന്നല്ലേ. അതിനകത്തൊരു കല്ല് പോലും ഇല്ല, പുഴിമണ്ണ്, നല്ല പൊടിമണ്ണാ. അതുകൊണ്ട് 2 ട്രാക്ടർ 3 എണ്ണം തോന്നുന്നു അല്ലേ, പുറകിൽ വോൾട്ടേജ് മുറുക്കി വെച്ചേക്കുക, ഒരുമിച്ച് കൊണ്ടുപോകുന്നുണ്ടോ. ചുരു 44 കിലോമീറ്റർ. ഇവിടെ ഏകദേശം 4 ലൈൻ്റെ പണി ഏകദേശം തീർന്നു കേട്ടോ. ടയറൊക്കെ നല്ലപോലെ നോക്കിക്കൊണ്ടിരിക്കുക. പുറത്തോട്ട് ഇറങ്ങുമ്പോഴേ നല്ല തണുപ്പാൻ തുടങ്ങി. നല്ല തണുപ്പുണ്ട് വെളിയിൽ, വണ്ടിക്കകത്തിരുന്നാൽ അറിയത്തില്ല.
പക്ഷേ ഈ വൈകുന്നേരത്ത് ഇപ്പം ഇത്ര സമയമായിട്ട് സന്ധ്യയായിട്ട് മഞ്ഞൊന്നും തുടങ്ങിയില്ല. മഞ്ഞില്ല, പക്ഷെ തണുപ്പുണ്ട്. റോഡിന്റെ പണിയൊക്കെ പുരോഗമിക്കുന്നുണ്ട്. ആ രാത്രിയിലും പണി നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അവിടെ ലൈറ്റൊക്കെ ഉണ്ട്. രാത്രിയിലാണ് ടാറിങ്. പുതിയ ടാറിങ് തന്നെയാണെങ്കിൽ നല്ല അല്ലേ? ചുരു 40 കിലോമീറ്റർ. ഫത്തേപൂർ ടൗണാണ്. റൈറ്റ് സൈഡിലേക്ക് പോയാൽ 5 കിലോമീറ്റർ. നിസാർ 164. താഴെക്കൂടെ വേറൊരു ഹൈവേ പോകുന്നുണ്ട്. ഫത്തേപൂരായി സ്ഥലം. ഇത്ര നേരം ഒരു വണ്ടിയില്ലായിരുന്നു. നോക്കിയ വണ്ടി എന്തേരാ വരുന്നത്. സന്ധ്യ നോക്കിയിരിക്കുവായിരുന്നു. ഇതേ ഓരോരുത്തരും കഴിക്കേണ്ട നെൽമനിയിൽ അവരവരുടെ പേര് എഴുതിയിട്ടുണ്ടെന്ന്. അതെ, എന്ന് പറഞ്ഞാലേ ഇവിടെ മെയിൻ ഡ്രൈവർ ഓടിക്കേണ്ടതായിരുന്നു. ഞാൻ പിന്നെ എല്ലാം പറഞ്ഞോളൂ കേട്ടോ. ഞാൻ കുറച്ചു നേരം വീഡിയോ വെക്കാം. ഒരു 11 മണിയാകുമ്പോൾ കഴിക്കാൻ നിർത്താൻ വിളിച്ചാൽ മതി. 11 മണിയാകുമ്പോഴോ? ആലോചിക്കട്ടെ. ഇപ്പൊ കിടന്നു വെക്കാലും ഉണ്ടോ ഓരോ വണ്ടി. ആ വണ്ടി വരുന്നത് കാണത്ത് പോലും ഇല്ല. അതിന്റെ സൈഡിൽ 1-2 ലൈറ്റൊക്കെ വെക്കാണല്ലോ. ഒരു കാര്യം ചെയ്യും, രാത്രിയൊക്കെ ആവണ്ടേ അധികം വീഡിയോ എടുപ്പം നടക്കരുത്. ഞാൻ കുറച്ച് ഓടിക്കാം. ചുമ്മാ ഇരുന്ന് ഇവിടെ മടുത്തു. അതെ, നീ ഇവിടെ ഇട ഉള്ളിടത്തല്ലേ നിർത്താൻ പറ്റത്തുള്ളൂ. ഇടയുള്ളടത്ത് എവിടെ നിർത്തും. അതാ പാട്. റുക്കൻ സാർ സ്ഥലപ്പേരാ. എന്നാ വേറെ സാറ് കാണും ഇവിടെ. കഴിഞ്ഞ ദിവസം വേറെ സാറിന്റെ സ്ഥലം കണ്ടില്ലായിരുന്നോ? റുക്കൻ സാർ വില്ലേജ് ആയത്. നമ്മുടെ ചായ ബ്രോ നല്ല ഉറക്കത്തിലാട്ടോ. ഇപ്പൊ നമ്മൾ അടുത്ത സിറ്റി ഏതാ? അടുത്ത ഇപ്പം ഹിസാറാ മെയിൻ ടൗൺ. അത് ഹരിയാനയാണ്. ഇപ്പൊ രാജസ്ഥാൻ തീരാറായി. ഒരു കുറച്ചുകൂടെ ഉള്ളൂ. രാജസ്ഥാൻ തീർന്ന് ഹരിയാനയിലേക്ക് കയറും ഇപ്പം. പിന്നെ ഇവിടെ ബോർഡർ ചെക്ക് പോസ്റ്റും കാര്യങ്ങളൊന്നും ഇല്ല. ചുമ്മാ നമ്മളെ ബോർഡർ രാജസ്ഥാൻ തീർന്ന പോലും അറിയില്ല. നേരെ കയറി പോവുള്ളൂ. ചെക്ക് പോസ്റ്റ് ഉണ്ടല്ലേ ബോർഡർ അറിയത്തുള്ളൂ. അല്ലെങ്കിൽ എല്ലായിടത്തും എഴുതി വെക്കേണ്ടതല്ലേ? ഇത് എഴുതി ഒന്നും വെച്ചിട്ടൊന്നുമില്ല. സലസാർ ഹൈവേസ് പ്രൈവറ്റ് ലിമിറ്റഡ്. എത്രയെന്ന് നോക്കി. ഇവിടെ അതെ 600 രൂപ. മഞ്ഞ് ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് പതുക്കെ. അപ്പോൾ ഇത് നമ്മൾ രാജസ്ഥാൻ തീർന്ന് ഹരിയാന കയറി കേട്ടോ. വെൽക്കം ടു ചൗധരിവാസ് ടോൾ പ്ലാസ. ആ സൈഡിൽ വണ്ടി ഉണ്ടല്ലോ. അവിടെ ഇഷ്ടംപോലെ വണ്ടിയാ. ഇതുണ്ടോ എല്ലാം മറ്റേ ആ കച്ചി വണ്ടിയില്ല. ഇത് വണ്ടികളാന്ന് നോക്കി. കഴിക്കണ്ടാവല്ലോ. കഴിക്കണം. ഇവിടെ അധികം കടകളൊന്നും ഇല്ല ഈ റോഡ് സൈഡിൽ. പുതിയ ഹൈവേ ആണ്ട് കടകൾ കുറവാണ്. ഈ NH52 നമ്മൾ ഹുബ്ലി ബീജാപ്പൂരൊക്കെ വരുന്ന അവിടുന്ന് വരുന്ന ആ ഹൈവേയുടെ ബാക്കിയായത്. ആ NH52 കൂടെ നമ്മളിപ്പോൾ പോകുന്നത്. 12,500 കിലോമീറ്റർ കാണുമല്ലോ. അതെ അതെ. ഞാൻ വെറുതെ തന്നെ ഇവിടെ വണ്ടിയെല്ലാം കൂടെ നിൽക്കുന്നതാണ്. അല്ലേ ഇത് ഇതിനകത്ത് പമ്പുണ്ടാക്കി വെച്ചേക്കുക. എന്തിനാ? ഒരാവശ്യമുള്ള കാര്യമില്ല. ഇവിടെ മഞ്ഞിറങ്ങി തുടങ്ങിയത്. ഇനിയിപ്പോൾ മഞ്ഞായിരിക്കും. അങ്ങോട്ട് അടുക്കും തോറും പഞ്ചാബിലേക്ക് ചെല്ലും തോറും കൂടുമെന്ന് എനിക്ക് തോന്നുന്നത്. നല്ല മഞ്ഞ. മഞ്ഞിന്റെ കാഠിന്യം കൂടിക്കൂടി വരികയാണല്ലോ. വലിയ വണ്ടിയൊന്നും ഇല്ലല്ലേ ഈ റോഡില്? വണ്ടിയുണ്ട്. വണ്ടി തിരക്കൊന്നും ഇപ്പൊ തിരക്കാണെന്നില്ല. എല്ലാവരും വൈകുന്നേരം സമയം ഇപ്പൊ ഈ സമയമാണ്ട് വല്ലതും കഴിക്കാനൊക്കെ നിർത്തിയായിരിക്കും വണ്ടിക്കാർ. ഇന്നേ കട കണ്ടിട്ട് ഫുഡ് കഴിക്കാൻ നടക്കുമെന്ന് തോന്നുന്നില്ല. അതെ. ഇതുണ്ടോ വണ്ടി നിർത്തിയിട്ടേക്കുന്നുണ്ടോ? അതെ, വണ്ടി കാണത്തു പോലില്ല. ലൈറ്റും ഇല്ല, ഒന്നുമില്ല. റോഡിൽ തന്നെ നിർത്തിയിട്ടേക്കുന്നവര്. നമ്മളിപ്പോഴേ ഹിസാറൊക്കെ കഴിഞ്ഞല്ലോ. ഹിസാർ ബൈപ്പാസിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. പണ്ടേ ഞാൻ 2014 വരുമ്പോഴേ ഇവിടെ എല്ലാം ടൗണിനകത്തൂടെ വരുന്നു. ഹിസാറൊക്കെ മൊത്തം ടൗണിൽ കൂടെ കയറിയായിരുന്നു ലോറി പോകുന്നത്. ചെറിയ വഴിയും. ഇപ്പോൾ ഇതേ ബൈപ്പാസായി. ടൗൺ എവിടെയാണെന്ന് പോലും അറിയത്തില്ല. ഹിസാറെന്ന് ബോർഡ് കാണുമ്പോഴേ അറിയത്തുള്ളൂ. ടൗൺ അങ്ങോട്ട് റൈറ്റിലേക്ക് ബോർഡ്. വേറെ ഒരു ഇവിടെ നമുക്ക് കഴിക്കാനൊരു കട പോലും കാണുന്നില്ല. അതുപോലെ ബൈപ്പാസ്. ഇപ്പം മിക്കയിടത്തും ഒരു ടൗണിലും കയറാതെ പോരാ. ഒരു ധാവയൊക്കെ കാണുന്നുണ്ട്. പക്ഷെ ഇവിടെ ഉണ്ടല്ലോ മഴ പെയ്തെന്ന് തോന്നുന്നല്ലേ? മഴ പെയ്തുകൊണ്ട് മൊത്തം ചെളിയാ. ചൗധരി ധാവയിലേ അത്യാവശ്യം വൃത്തിയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ കണ്ടിട്ട്. നോക്കാം. ഇപ്പോൾ ഇവിടെ വൈകിട്ടത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തിയതാണ് ഇവിടെ ഒരു ധാബയിൽ. മെയിൻ ഡ്രൈവർ തണുപ്പ് കാരണം അതേ അടുപ്പൊക്കെ പോയി നിൽക്കുക. തീ കായാൽ റൊട്ടി ഉണ്ടാക്കുന്നത് കണ്ടുപിടിക്കുക. ഇനി അത് പറഞ്ഞാൽ മതി. തണുത്തിട്ട് അവിടെ നിൽക്കാൻ വയ്യ. റൊട്ടി അതിലിട്ടൊന്ന് ചൂടാക്കിയിട്ട് കനലയിലോട്ടിടും. അടുപ്പിനകത്തോട്ട്. എന്നാൽ പഠിച്ചോ. കയ്യിൽ അങ്ങനെ വെച്ച് ഒന്ന് തട്ടിയിട്ടാണ് ഇടുന്നത്. പൊടിയൊക്കെ ഇപ്പോൾ കളഞ്ഞിട്ട് അത് കഴിഞ്ഞ് അടുപ്പിലോട്ട് ചുമ്മാ പെറുക്കിടുക അല്ലേ? അതെ അതെ. ഒറ്റ കമള. ഇതിപ്പോൾ അടുപ്പങ്ക വന്നൊന്ന് കഴിക്കണമെന്ന് തോന്നുന്നേ. അതന്നെ ദാലത്തെടുക്കാൻ വെറും ദാല.
എടുക്കാവുന്നല്ല. ദാൽ ഫ്രൈയും റൊട്ടി. അയ്യോ അത് ബട്ടർ തേച്ചു കേട്ടോ. അയ്യോ അത് വേണ്ടെന്ന് പറയാൻ പറ്റില്ല. ഫുഡൊക്കെ കഴിച്ചു, വലിയ കുഴപ്പമില്ലായിരുന്നു. പക്ഷെ മഞ്ഞിൻ്റെ കട്ടി കൂടി. ഇനി മുന്നോട്ട് ഇതിലും കട്ടി കൂടുതലായിരിക്കുമെന്നാണ് അവർ പറഞ്ഞത്. വലിയ കുഴപ്പമില്ലായിരുന്നു, ചെറിയൊരു ഡാബയായിരുന്നല്ലോ അല്ലേ? അതെ അതെ, അത്യാവശ്യം വൃത്തിയുണ്ടായിരുന്നു, നല്ല ഫുഡുമായിരുന്നു. അതെ അവർ പറഞ്ഞതെന്നറിയടാ, മുന്നോട്ട് മഞ്ഞിന് ഇതിലും കട്ടി കൂടുതലായിരിക്കുമെന്നാണ് പറഞ്ഞു കേട്ടോ. ആ അവര് പറഞ്ഞേ അവിടെ കിടന്നിട്ട് നാളെ പോയാൽ മതി. അല്ല ഞാൻ പറഞ്ഞു ഇതാ കച്ചാമാല. കച്ചാമാല എന്ന് പറഞ്ഞു. ഓ മണ്ടിക്ക് മാലരകത്തോ ജാനപ്പെടുക. അതുകൊണ്ട് പിന്നെ അതുകൊണ്ട് പോയേക്കാന്ന് പറഞ്ഞു. നോക്കി പോണമെന്ന്. നോക്കി പോയാൽ മതി. ചിലടത്ത് ഭയങ്കര കട്ടിക്ക് മഞ്ഞ്, ചിലടത്ത് തന്നെ മഞ്ഞ് കുറവേ ഉണ്ട്. അതെ, ഈ കൃഷിപ്രദേശം വരുന്നിടത്ത് ഭയങ്കര കട്ടിക്ക് മഞ്ഞായിരിക്കും. ആ കൃഷി സ്ഥലങ്ങൾ തന്നെ വരുന്നുണ്ട്. ടോൾ ബൂത്ത് കേട്ടോ, ടോൾ ബൂത്ത് ഒന്നും കാണത്ത് പോലും ഇല്ല. ഇവിടെ ടോൾ ബൂത്ത് ഉണ്ടോ? ഇവിടെ എങ്ങനെ ഉണ്ട്? 630 രൂപയുള്ളൂ. രാജസ്ഥാനാണോ പഞ്ചാബാണോ ഹരിയാനയാണോ എവിടാണെന്നോ? അതും അറിയത്തില്ലായിരുന്നോ? രാജസ്ഥാൻ കഴിഞ്ഞ് ഹരിയാന കയറി. ഇവിടെ നിന്ന് ഇനിയിപ്പോൾ കുറച്ച് നേരം കൂടെ ഓടിക്കഴിഞ്ഞാൽ, എനിക്ക് തോന്നുന്നു 1-2 മണിക്കൂറോടെ ഓടിക്കഴിഞ്ഞാൽ പഞ്ചാബിലേക്ക് നമ്മൾ കയറും. കൊയ്ത്തന്ത്രോ ഇത് പുതിയതാണ് കേട്ടോ. പഴയതാണോ? പുതിയതാണെന്ന് തോന്നുന്നല്ലേ? പുതിയതാന്ന് തോന്നുന്നു. 2-3 ഉണ്ട് അല്ലേ? മുന്നോട്ടെല്ലാം ഉണ്ട്. ഇപ്പം നമ്മൾ 3-ാമത്തെ ദിവസം വെളുപ്പിനെ ജലന്ധറിലെത്തി. അപ്പോൾ മാർക്കറ്റിൽ കയറുന്നതിന് മുമ്പ് വണ്ടി തൂക്കിയിട്ട് വേണം ഇറക്കാനെന്ന് പറഞ്ഞായിരുന്നു. എക്സ്പ്രസിൻ്റെ ടൈമിൽ തന്നെ എത്താൻ പറ്റി. അപ്പം ബേബ്രിഡ്ജ് തൂക്കിയിട്ട് നിൽക്കുക. ഇനിയിപ്പോൾ പാർട്ടി ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു. ഇനി വന്നിട്ട് മാർക്കറ്റിലോട്ട് പോയി കുറച്ച് ഇവിടെ ഇറക്കണം, ബാക്കി അമൃത്സറിൽ ഇറക്കണം. അപ്പോൾ നമ്മൾ പറഞ്ഞ സമയത്ത് തന്നെ വെളുപ്പിനെ എത്തി. പക്ഷെ നമ്മൾ കുറേ നേരം എവിടെ ഒന്ന് വെയിറ്റ് ചെയ്യാൻ തോന്നിട്ട് നമ്മുടെ പാർട്ടി ഇതുവരെ എത്തിയിട്ടില്ല. നല്ല തണുപ്പുണ്ട് കേട്ടോ. എന്നാലും കഴിഞ്ഞ പ്രാവശ്യത്തെ തണുപ്പ് വെച്ച് നോക്കുമ്പോൾ ഇതൊരു തണുപ്പല്ലല്ലേ? ഇങ്ങനെയുണ്ട് കോ? തണുപ്പുണ്ട്. 7 ടെമ്പറേച്ചർ. 7 അല്ല, പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം 3-2 ഒക്കെ അല്ലേ? 3-4 ചെറിയ ചാറ്റമഴയുണ്ട്. അതെ, ഈ പ്രാവശ്യം അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്, മഴയുണ്ട് ചെറിയ. അത് ഇവിടെ ചാറ്റമഴയുള്ളൂ. വഴി മൊത്തം മഴ പെയ്ത് നല്ല വെള്ളം ചെളിയായിട്ട് കിടക്കുക. ഇവിടെ കിടക്കുന്നുണ്ട്.